ഓക്കെ ഗായ്സ്, സ്റ്റാർലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ട്രോപ്പി സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നതിനെ പറ്റിയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിലെ ആൾക്കാർ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡോക്യുമെൻറ്റേഷൻ്റെ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റണില്ല. പിന്നെ കുറച്ച് 2-3 പേര് തന്നെ കമൻറ്റ് ബോക്സിൽ അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും കേട്ടോ. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. എന്തെങ്കിലുമൊക്കെ നിനക്ക് പറയാനുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. ഓക്കെ, അപ്പോൾ തേർഡ് ബാച്ച് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞില്ല സ്റ്റോപ്പ് ചെയ്തേക്കുന്നതാണ്. സെക്കൻഡ് ബാച്ചിന് ഇനി ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയാലാണ് ഇനി തേർഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഈ ഡോക്യുമെൻറ്റേഷൻ വർക്കൊന്നും ചെയ്യണം ഞാനല്ല, നമ്മുടെ ഫ്രണ്ട്സാണ്. ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവന്മാരാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നതും നിങ്ങളുടെ ജോലിയുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് എല്ലാവരാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോഴും കമ്പനിയുടെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഞാനിപ്പോൾ ടോപ്പി സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ഓക്കെ, ജസ്റ്റ് ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതുപോലെ തന്നെ എന്തെങ്കിലും സ്നാക്സും കൂടെ കഴിക്കാനായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ നമ്മളിത് ഒരു സ്ട്രീറ്റിലാണ്, ടോപ്പി സ്റ്റാൻഡിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു സ്പോട്ടിലാണ്. ഇവിടെ കണ്ടത് കുറേ ക്ലോത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. റേറ്റ് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഷൂസ്, പല ടൈപ്പിലുള്ള ഷൂസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഫുള്ള് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. നൈക്കിൻ്റെയൊക്കെ നല്ല അസല് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരുപാട് ഷൂസിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നടത്തുന്നവരാണ് കേട്ടോ, കാരണം ഇവർ വേറെ രാജ്യക്കാരാണ്. അതുപോലെ തന്നെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ ഡിഫറെൻ്റ് ആണ്. ഒരു 250-300 ആ ഒരു റേഞ്ചൊക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ. പിന്നെ അത് പല ടൈപ്പിലുള്ള ബാഗും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അത് സോപ്പ്, പേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇവിടെ 800 രൂപയാണ് ഈ പാൻറ് ഏത് പാൻറ് എടുത്താലും 800 റുപ്പീസാണ്. ഓക്കെ ഓക്കെ, ഈ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും വേറെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ, അതായത് ഉസ്ബെക്കിസ്ഥാൻ, തുർക്കിസ്ഥാൻ അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാവരും അനുവദിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഈ സ്ട്രീറ്റിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ വില കുറച്ച് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രീറ്റിൽ വന്ന് മേടിക്കാവുന്നതാണ്. ഓക്കെ, പല ടൈപ്പിലുള്ള ബാഗ്സ്, അതുപോലെ തന്നെ ഡ്രസ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ സ്ട്രീറ്റ് ഫുഡ്, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ടോപ്പി സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ സ്ഥലം വരുന്നത്. അതായത് ഈ ഒരു ഏരിയ വരുന്നത്, അതായത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ നടക്കുന്ന സമയത്ത് ഒരു ഉള്ളിലായിട്ടുള്ളൊരു ഷോപ്പ് കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്താണ് സെറ്റപ്പ് എന്ന് നോക്കട്ടെ. പല ടൈപ്പിലുള്ള ഷൂസ്, ഡ്രസ്സ്. ഹായ് ബ്രോ, സോറി ഡ്രസ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ ടീഷർട്ട്. അതെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറുവാണ്. ഇവിടെ എന്താണ് പരിപാടി എന്ന് നോക്കണം. ഇവിടെ മസാല പൗഡേഴ്സും കാര്യങ്ങളൊക്കെയാണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം ഇവിടെ അവൈലബിൾ ആണ്. ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ, കൂടുതലും ഫുഡ് ഐറ്റംസ് ആണ്. അവിടെ മീറ്റ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളും വെജിറ്റബിൾസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ മീറ്റ്, അതായത് ബീഫ് ഉണ്ട്. ഇവിടെ കൂടുതലും ആൾക്കാർ കഴിക്കുന്നത് നമ്മുടെ പോർക്കാണ്. ഓക്കെ, അങ്ങനെ മീറ്റിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. അത് വെച്ചെങ്ങനെയുണ്ടോ 1 kg 500, 1 kg 500, 1 kg 380, 340, 130 അങ്ങനത്തെ ഒരു പ്രൈസിലാണ് ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ, സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സ്വീറ്റ്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കണ്ടോ ഫുള്ള് സ്വീറ്റ്സാണ്. റേറ്റും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. പല രീതിയിലുള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പയ്യെ ഇതിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ സ്വീറ്റ്സും കാര്യങ്ങളും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ മീറ്റ്, പല രീതിയിലുള്ള മീറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത് ടാറ്റ കാണിക്കുന്നുണ്ട്. ഒരാൾ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, മീറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീറ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ ചീപ്പാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് മീറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ ഷോപ്പിലും ഇവിടെ മീറ്റിൻ്റെ പ്രൈസ് ഡിഫറെൻറ്റ് പ്രൈസായിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ.
ഓക്കെ. അപ്പോൾ ഇത് വരുന്നത് ടോപ്പി സ്റ്റാനിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പി സ്റ്റാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം. കാരണം ഇവിടെ നിങ്ങൾക്ക് ചീപ്പായിട്ട് സാധനങ്ങൾ മേടിക്കാം, വില പേശി മേടിക്കാം. പിന്നെ എന്നോട് ഒരുപാട് പേര് ഐഫോണിൻ്റെ റേറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇവിടുത്തെ കാണിച്ചു തരാം. ഇവിടെ മൊബൈൽ ഫോണിൻ്റെ ഐഫോൺ 15 Pro 23,000. ഈ കാണിച്ചേക്കണ ഫോൺ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. ഈ ഐഫോൺ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പിന്നെ ഐഫോൺ XR ഇതും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 24,000 രൂപീസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ രണ്ടും ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഫോണാണ്. പിന്നെ ഇത് ഒറിജിനലാണ്. ഈ 12 128 GB ഐഫോൺ 12 38,000 രൂപ. പിന്നെ 11 Proയ്ക്ക് 34,000 രൂപ. പിന്നെ ഐഫോൺ XSന് 27,000 രൂപ. 12 64 GBക്ക് 36,000 രൂപ. പിന്നെ അതുപോലെ തന്നെ സാംസങ് A50 14,000 രൂപ. അങ്ങനത്തെ ഫോണിൻ്റെ റേറ്റൊക്കെ ഓക്കെയാണ്. എന്നാലും ഈ 2 ഐഫോൺസ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കാരണം റേറ്റ് മിസ്റ്റേക്ക് ഉണ്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ അത് ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ തന്നെ ഈ റെഡ്മിയുടെ ഫോണിനൊക്കെ നമുക്കിവിടെ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഈ ഒരു ഷോപ്പിൽ കാണിച്ചേക്കുന്ന വില എന്ന് പറയുന്നത് 9,000 ആ റേഞ്ചൊക്കെയാണ് കേട്ടോ. പിന്നെ ഐഫോൺ 11+, 8+, 7+ ഒക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതുപോലെ തന്നെ നമ്മൾ പയ്യെ ഇതിൽ നടക്കുകയാണ്. ഫുള്ള് മീറ്റ്, അതായത് ഈ ഒരു സൈഡിൽ മീറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മീറ്റും ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്തു തരും. നമ്മളൊരാൾ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താണ് പരിപാടി? അങ്ങനെ ഞങ്ങൾ നടന്നു പോണ വരി ആൾ വിളിച്ചിട്ട് നമ്മളോട് ഇവിടുത്തെ ഷോപ്പിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ മീറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, 500 റുപ്പീസാണ് ആ ഒരു പീസിന്. 550. നമുക്ക് മറ്റേ നല്ല ചെസ്റ്റ് പീസ് പോലത്തെ പീസ് വേണമെന്നുണ്ടെങ്കിൽ 650. അതുപോലെ തന്നെ ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ പേര് ഇതാണ് കേട്ടോ. ഇതാണ് ഈ ഷോപ്പിൻ്റെ പേര്. നമ്മൾ ലൊക്കേഷൻ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് മീറ്റ് മേടിക്കണമെങ്കിൽ ഈ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. റേറ്റ് കുറവാണ്. ഓക്കെ, ബൈ ഹറാഷോ. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങുവാണ് കേട്ടോ. ദ്രോഗ് ഓക്കെ. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ പയ്യെ ഇറങ്ങുവാണ്. അടുത്ത ആൾ വിളിച്ചിട്ടുണ്ട്. അവരുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞ അടുത്ത ആൾ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് സോബാൻ. ഇവിടെയും സ്കോൾക്കാർ റൂബ്ലി. ഓക്കെ, അത് പീസിനനുസരിച്ചാണ് റേറ്റ് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബീഫാണ് കേട്ടോ. ബീഫ് ഹലാൽ ബീഫാണ്. ഓക്കെ, അതുപോലെ തന്നെ മട്ടനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മീറ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസും കാര്യങ്ങളും കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അപ്പോൾ അവരനുവദിക്കുന്ന ഇതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഫ്രൂട്ട്സാണ് കേട്ടോ, വെജിറ്റബിൾസ്. അതുപോലെ തന്നെ 70 രൂപ, 180 രൂപ, 60 റുപ്പീസ് കാര്യങ്ങൾ. നമസ്തേ അത്കുദ ഇന്ത്യ. നമസ്തേ. ഫിഷിൻ്റെ സെക്ഷനാണ്. ഫിഷ് ഇവിടെ പല രീതിയിലുള്ള ഫിഷാണ്. ഇവിടെ ഗ്ലാസിൻ്റെ ബ്ലെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഫിഷും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ ഇറങ്ങുവാണ് കേട്ടോ. പോവാം, അങ്ങനെ ഇവിടുന്ന് പയ്യെ ഇറങ്ങുവാണ്. അത് നിങ്ങൾക്ക് ഫിഷോ മീറ്റോ കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാളിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, പ്രൈസ് കുറവാണ് കേട്ടോ. ഞാനപ്പോൾ ഇവിടുന്ന് പയ്യെ ഇറങ്ങുവാണ്. പിന്നെ അതേ ഇത് കണ്ട നല്ല അടിപൊളി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കണ്ടോ, നോക്കൂ, റേറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അവനെ കാണിക്കാൻ പറഞ്ഞ ആളിപ്പോൾ കാണിക്കാൻ പറഞ്ഞിട്ടാ വീഡിയോയിൽ. അവൻ പാക്ക് ചെയ്യണ നോക്കി, എന്ത് സ്പീഡിലാണ് പാക്ക് ചെയ്യണേ. അതായത് മിക്സ് ചെയ്യുക കേട്ടോ. വാവ്. ഇമെയിൽ നെയിം. ഓക്കെ. ഓ എൻ്റെ പൊന്ന്, ഇവനെ എല്ലാം മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് പാക്ക് ചെയ്തേക്കുവാണ് കേട്ടോ. അതിന് ഏകദേശം 100 റൂബിൾസാണ് അവർ കൊടുത്തത് കേട്ടോ. ബൈ
നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ പൗഡർ കേട്ടോ. തുറന്നതും നല്ല സ്മെല്ലടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മോളല്ല, ചെറിയൊരു ഷോപ്പ്. അവിടെ നിങ്ങൾക്ക് മീറ്റും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാം. അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്ലോത്തുകൾ, പിന്നെ വീട്ടിലുള്ള ഡ്രസ്സുകൾ, പിന്നെ ഷൂസ്, ഷർട്ട് കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. നമസ്തേ. അത്കുദ തജിക്കിസ്ഥാൻ, ഇന്ത്യ. ഓക്കെ, റഷോ അവർ തജിക്കിസ്ഥാൻകാരാണ്. അപ്പോൾ അതുപോലെ തന്നെ കണ്ട പല രീതിയിലുള്ള ഷൂസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഇവരെല്ലാവരും നല്ലവരാണ്. കാരണം ഇവർക്ക് നമ്മളോടൊരു ഇഷ്ടമുണ്ട്. കാരണം നമ്മുടെ ഈ ഷാറൂഖ് ഖാൻ, അതുപോലെ തന്നെ അമീർ ഖാൻ, അവരെയൊക്കെ ഇവർക്ക് ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, അങ്ങനത്തെ ഈ ഷോപ്പാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ഷോപ്പ് ഇതാണ്, മീറ്റ് ഷോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ വരാം. അപ്പോൾ ഞാനൊരു കടയിൽ ഷവർമ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഷവർമ മേടിക്കുന്ന കട ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇങ്ങോട്ടോ. നമ്മൾ അവിടുന്ന് പയ്യെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. കാരണം ഫോണിൽ സ്റ്റോറേജ് പെട്ടെന്ന് ഫില്ലായിപ്പോയി, അതുകൊണ്ട് ബാക്കി കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പയ്യെ നമ്മൾ ഇതിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവിടുന്നാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ. ടോപ്പിസ്റ്റാനിൽ പോകാനുള്ള ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഒരുപാട് പേര് ഇവിടെ ബസ്സും കാര്യങ്ങളൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം, ആ ഷോപ്പൊന്ന് പരിചയപ്പെടുത്തി തരാം. കുഴപ്പമില്ല, നല്ല ഷവർമയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷവർമ നല്ല ട്രൈ ചെയ്യണം. ടോപ്പിസ്റ്റാനിൽ നിങ്ങൾക്ക് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം അവിടെ ചെന്നിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ നടന്ന് ടോപ്പിസ്റ്റാൻ്റെ സെൻറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പേഴ്സണലി, അതായത് ആൾക്കാരെ കൂടുതലും കണ്ടുവരുന്നത് ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, പിന്നെ കിർഗിസ്ഥാൻ അവിടെ നിന്നുള്ള ആൾക്കാരാണ്. റഷ്യക്കാരെ ഇവിടെ പൊതുവെ കാണൽ കുറവാണ്, എങ്കിലും ഉണ്ട്. പക്ഷെ കൂടുതലും ഇവിടെ വ്യാപാരവും ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാർ ആ രാജ്യക്കാരാണ്, ഈ ഒരു ഏരിയയിൽ കേട്ടോ. അത് ഈ ഒരു ഷോപ്പുണ്ട്. ഈ ഷോപ്പ് കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഞാൻ ഷവർമ കഴിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത ഫുഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇന്ന് വേറെ ഒരു ഷോപ്പിലാണ്. അപ്പോൾ വേറൊരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ ഫുഡിന്ന് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാവരും നമ്മൾ സ്കെച്ച് ചെയ്യുന്നുണ്ട്. ഈ ക്യാമറ പിടിച്ച് വരാൻ നേരത്തെ എല്ലാവരും നമ്മൾ നോക്കും. ഇഷ്ടംപോലെ ആൾക്കാർ പുതിയതായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഷോപ്പ്, അതായത് നമ്മുടെ ടോപ്പിസ്റ്റാൻ്റെ സെൻറ്ററാണ്. ഇവിടെ KFC ഉണ്ട് കേട്ടോ. മുകളിൽ KFC ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ട്രൈ ചെയ്തായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ KFC ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എങ്കിൽ പോലും കുഴപ്പമില്ല. റേറ്റ് ആണെങ്കിലും ആവറേജ് റേറ്റാണ്, ഏകദേശം നാട്ടിലത്തെ റേറ്റൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഈ ഷോപ്പാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ ഷവർമ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഒരു ഷവർമ മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവരോട് ചോദിച്ചു ഷവർമ എടുക്കുന്ന ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞു. ഇവിടെ ക്ലിയർ ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആൾ നമുക്ക് വേണ്ടി ഷവർമയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. 200 റുപ്പീസാണ് ഇവിടെ ഷവർമ ഉണ്ടാക്കാൻ. ഇത് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ആൾ പ്രിപ്പയർഡ് ആക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്, പെർമിഷൻ തന്നിട്ടുണ്ട്. പുറത്തുനിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ആൾ കറക്റ്റായിട്ട് തൂക്കി നമ്മുടെ റൊമാലി റൊട്ടിയിലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. കണ്ടോ, ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചിക്കൻ ഉണ്ട്. 200 റുപ്പീസാണ് ഇവിടെ ഷവർമയുടെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നീയത്തു ചില്ലി വേണമെന്നോ, അതാ ചില്ലി വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ചില്ലി വേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു ചില്ലി സോസാണ്. പിന്നെ ടൊമാറ്റോ, പിന്നെ വേറൊരു സോസ് കൂടെ ആഡ് ചെയ്ത്, അതായത് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഈ ഷവർമയ്ക്ക്. അത് അടിപൊളിയാണ്. ആളത് അപ്പം തന്നെ പെട്ടെന്ന് മേക്ക് ചെയ്ത് തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ 200 റുപ്പീസാണ് ഈ ഷവർമക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ പേ ചെയ്യാം. അങ്ങനെ ഷവർമ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചു നോക്കാം. ഹേയ് സ്പസിബ, താങ്ക് യു, ബൈ ബൈ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മളെന്തായാലും നമ്മളിവിടെ ഒരു ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഹോട്ടൽ റൂമിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ KFC ഉണ്ട്, അതുപോലെ തന്നെ ബർഗർ കിങ്സ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്.
ഓക്കെ. ഷവർമ ഉണ്ടാക്കി നമുക്ക് ആള് പെർമിഷൻ തന്നു, അതുകൊണ്ട് നമ്മൾ അത് വീഡിയോ ചെയ്തു. ഓക്കെ, നമുക്ക് അങ്ങനെ വീഡിയോ ചെയ്തു. ഷവർമ ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിലോട്ട് വരും. പിന്നെ ഇവിടുത്തെ ആൾക്കാർ, അതായത് ഈ ഷോപ്പിലെ ആൾക്കാർ വളരെ നല്ല ആൾക്കാരാണ് കേട്ടോ. നല്ല രീതിയിലാണ് പെരുമാറിയത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പോൾ എന്തായാലും ഇനി വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരും. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഡോക്യുമെൻറ്റേഷൻ്റെ കുറച്ച് തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ട് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഇനി 3rd ബാച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇൻഫോം ചെയ്യാം. 2nd ബാച്ചിൻ്റെ വർക്ക് പെൻഡിങ് ആണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കാം. നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ അലമ്പ് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, നമുക്ക് സംസാരിക്കാം. അല്ലാണ്ട് ഈ ജസ്റ്റ് ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നുകൊണ്ട് കമൻറ്റ് ഇട്ടിട്ട് പോകണതിൽ എന്തർത്ഥമാണുള്ളത്? വാട്സപ്പിൽ മെസ്സേജ് അയക്കും, നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, ഞാൻ സംസാരിക്കാം. റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.